ഹലോ ഗായ്സ്, കാട്ടിപ്പറമ്പിൽ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഒരു സ്നേഹബന്ധത്തിനെ കുറിച്ചുള്ള ചിന്തയുമായിട്ടാണ് വന്നത്, ഒരു ചെറുകഥയുമൊക്കെ ആയിട്ട്. ഈ വീഡിയോയിലും ഒരു സ്നേഹബന്ധത്തെക്കുറിച്ച് തന്നെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദാമ്പത്യ ജീവിതത്തിൽ വേണ്ടിയിരിക്കുന്ന ഒരു സ്നേഹബന്ധത്തെക്കുറിച്ച്, എങ്ങനെയൊക്കെ ആയിരിക്കണം ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ഒരു തോട്ടാണ് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു ചരക്ക് തീവണ്ടി പോലെയാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ ചരക്ക് തീവണ്ടിക്ക് 2 എഞ്ചിനുകളാണ് എപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ഈ ചരക്ക് തീവണ്ടി നമ്മുടെ ജീവിതത്തോട് ഉപമിക്കാൻ സാധിക്കും. ജീവിതമാകുന്ന ചരക്ക് തീവണ്ടി ഭാര്യയും ഭർത്താവുമാണ് 2 എഞ്ചിനുകൾ ചേർത്ത് മുൻപിലും പിറകിലുമായി ഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു യാത്രയാണ്. ഈ 2 എഞ്ചിനുകളും ഒരേ സമയം ഒരേപോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ, ചെറുതായി ഒന്ന് പിഴച്ചാൽ ഈ ചരക്ക് തീവണ്ടിയുടെ പാളം തെറ്റി അത് വലിയ ദുരന്തത്തിലേക്ക് വഴിമാറുകയാണ് ഉണ്ടാകുന്നത് എപ്പോഴും. അതേപോലെയൊക്കെ തന്നെയാണ് ഈ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഭാര്യയും ഭർത്താവുമാകുന്ന 2 എഞ്ചിനുകളും ഒരേപോലെ ഒരേ ചിന്തയോടെ പ്രവർത്തിച്ചാൽ മാത്രമേ ദാമ്പത്യ ജീവിതം സന്തോഷവും സുഖകരമായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഈ ചരക്ക് തീവണ്ടിയിലുണ്ടാകുന്ന ചരക്കുകൾ പോലെയാണ് ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവിനും ഇടയിലുള്ള സുഖങ്ങൾ, സന്തോഷങ്ങൾ, വേദനകൾ, കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, സമ്പാദ്യം, ദാരിദ്ര്യം, എല്ലാ രീതിയിലുമുള്ള മനുഷ്യൻ്റെ വിചാരങ്ങൾ, സാഹചര്യങ്ങൾ എല്ലാം ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതെല്ലാം കണ്ടറിഞ്ഞ് ഒരേപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ ഭാര്യയും ഭർത്താവുമാകുന്ന ചരക്ക് തീവണ്ടി വളരെ സുഗമമായ രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. ഇല്ലെങ്കിൽ 2 എഞ്ചിനുകൾ ഒരേപോലെ പ്രവർത്തിക്കാതിരിക്കുന്ന സമയത്ത് ചരക്ക് തീവണ്ടിക്ക് ആകുന്ന ദുരന്തം പോലെ ആയിരിക്കും ദാമ്പത്യ ജീവിതത്തിലും അവരുടെ ജീവിതത്തിലുമൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയ ദുരന്തത്തിലേക്കുള്ള വഴിമാറ്റലായി മാറുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സ്നേഹവും, കിട്ടുന്ന സമയമെല്ലാം സ്നേഹവും സന്തോഷവും എല്ലാം പങ്കുവച്ച് പരസ്പരം മനസ്സിലാക്കി എങ്ങനെയാണ് ഒരു യന്ത്രം പ്രവർത്തിപ്പിക്കേണ്ടത്, അതിലെന്തൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയാൽ അത് കൃത്യമായിട്ട് പോകുക, അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെയാണ് നടക്കേണ്ടത്. അതേപോലെ തന്നെ ജീവിതത്തിലും കൃത്യമായ മെയിൻ്റനൻസുകൾ, അല്ലെങ്കിൽ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ടുണ്ടാകുന്ന ഓരോ സ്റ്റേജിലും ഉണ്ടാകേണ്ട മാറ്റങ്ങൾ കൃത്യമായ പക്വമായ രീതിയിലൂടെ കൊണ്ടുപോയാൽ മാത്രമേ ഈ ചരക്ക് തീവണ്ടി പോലെ ദാമ്പത്യ ജീവിതവും അതേപോലെ കൃത്യസ്ഥാനത്തെത്തുകയോ ജീവിതം എന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് പൂർണ്ണതയിൽ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ എളിയ ചിന്ത നിങ്ങളുമായിട്ട് വെച്ചതിൽ എനിക്കൊത്തിരി സന്തോഷം. നിങ്ങൾക്കെല്ലാവർക്കും ഈ ചിന്ത ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും അടുത്തൊരു ചിന്തയുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഉടനെ എത്തുന്നതാണ്. എന്നെ കേൾക്കാൻ ശ്രമിച്ച, എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ വന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിച്ച് ടാറ്റാ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണും വരെ മിസ് യു ഓൾ, ലവ് യു ഓൾ, ടാറ്റാ.